ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റായിട്ട് ഒരു ഐബ്രോ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാക്കിൻ്റെ തന്നെ ഒരു ഐബ്രോ ക്രീമാണ്. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് സെഡർ ക്രീം എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഒരു 645 ആ റേഞ്ചിലൊരു ഷെയ്ഡാണ്. ഒരു ഡാർക്ക് ബ്രൗണാണ് ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ബ്രൗൺ വരും. നമുക്കൊരു ബ്രഷ് എടുക്കാം. ബ്രഷ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഒരു സ്പൂലി ബ്രഷ് നമുക്കെടുക്കാം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രഷ് എടുക്കുക. ഒരു സ്പൂലിയും കൂടെ ഉള്ള ടൈപ്പ് ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഐബ്രോ ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് മാത്രം ക്രീം എടുക്കാം. കുറച്ച് മാത്രം ക്രീം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ തുടങ്ങാമേ. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ചെറിയൊരു ലൈൻ ഇതൊന്ന് ഷേപ്പ് ആകുന്ന രീതിയിൽ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പിന് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലും നമ്മൾ സെയിം ഇതുപോലെ തന്നെ ആദ്യം നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മുകളിൽ ഒന്നൊരു ലൈൻ വരച്ചൊരു ഷേപ്പാക്കി താഴെ ഒരു ലൈൻ വരച്ച് നമ്മൾ ഏകദേശം അതിനൊരു ഷേപ്പ് ആക്കിയതിന് ശേഷം ഫില്ല് ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, എന്നാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാലൻസ് വരുന്നത് മാത്രം ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചെറിയ കണ്ട ഇങ്ങനെ കൊടുക്കാം. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാവേ. അപ്പം നമ്മളിത് ഈ ഒരു പോർഷനിൽ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് വേണം നമുക്ക് വരച്ച് തുടങ്ങാനായിട്ട്. താഴെ ഇതുപോലെ വരയ്ക്കുക. പിന്നെ ഒരു ഇടയ്ക്കലത്തെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറിയ സൗണ്ടുണ്ട്. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പോർഷനിൽ ബാക്കി വരുന്നത് കൊടുക്കാം. കണ്ട ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒരു പഴയ ഐബ്രോയും ഇപ്പോഴത്തെ ആ ഒരു ഐബ്രോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. കണ്ട പെർഫെക്റ്റായിട്ട് ഇങ്ങനെയാണ് നമ്മളൊരു ഐബ്രോ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എടുത്ത് ഈ ബാക്കിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ് പോർഷനിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ പാടില്ല. നമ്മളെപ്പോഴും ഈ ഒരു പോർഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ കുറച്ച് എപ്പോഴും ലൈറ്റായിട്ട് കൊടുത്തിരുന്നാൽ മാത്രം നമുക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരച്ചു വെച്ചിരിക്കുന്നൊരു ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റായിട്ടൊരു ഐബ്രോ കിട്ടും. പിന്നെ നമുക്ക് കൺസീലർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൺസീലർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മേബിലിൻ്റെ ഒരു കൺസീലറാണ്. മേബിലിൻ്റെ ഒരു കൺസീലറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ഡസ്കി ആയിട്ടുള്ള സ്കിന്ന്, അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലൊരു ബ്രഷ് ആയിട്ട് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ച് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. താഴെ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ട് താഴോട്ട് ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഓൾറെഡി ഒരു ഷേപ്പ് അതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും ചെയ്ത് കൊടുക്കാം. ഒരുപാട് എടുക്കാൻ പാടില്ല കേട്ടോ, ഇത് കുറച്ച് ഓവറായിപ്പോയി. കുറച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മാത്രം എടുത്താൽ മതി. കുറച്ച് മാത്രം എടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ആ ഒരു കൺസീലർ ചിലപ്പോൾ എടുത്ത് നിൽക്കും. മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഒരു ഷേപ്പ്, ഈ ഐബ്രോയുടെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതൊന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ സ്മഡ്ജ് ആക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അവിടെ ഇരുന്നങ്ങ് ഡ്രൈ ആയിപ്പോകും. നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിലും കൂടി ഇങ്ങനൊരു ലൈൻ പോലെ കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നടുക്കോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ ഐബ്രോ ഒരു കുറച്ചുകൂടി ഒരു ഷേപ്പായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ കൺസീലർ വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യാമേ. ഇപ്പുറത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഐബ്രോയുടെ ഷേപ്പിന് തന്നെ നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരി വൈറ്റിഷായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. നമ്മൾ ആ ഒരു ഐബ്രോയുടെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ കൺസീലർ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇതിവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. നമ്മുടെ വിരൽ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതുപോലെ
കണ്ട ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ മുകളിലോട്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഈ താഴെയാകുമ്പോൾ ഇങ്ങനെ താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനിലും കൂടി കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്ന ഫൈനൽ ലുക്ക്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഐബ്രോയിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ആയത് ഇപ്പോൾ നമ്മൾ ആ ഒരു എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെർഫെക്റ്റായിട്ടൊരു ഐബ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ബൈ.